എന്തൊരു വഞ്ചനയാണത്. ഞാൻ രാംരാജിൻ്റെ പുതിയ മുണ്ട് തന്നെ എനിക്ക് കിട്ടി. ഞാൻ ആ മുണ്ട്, നിങ്ങൾ കണ്ടിരുന്നു ആ മുണ്ട്? അതെനിക്ക് യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ തന്നെയാണ് അതിൻ്റെ പാക്കറ്റ് പൊട്ടിക്കാതെ കൊണ്ടുവന്ന് തന്നത്. ഇതാണ് ആ മുണ്ട്. ഇതിൽ 720 രൂപ എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിന് 200 രൂപയെ വിലയുള്ളൂ 2,72,000 തുണികൾ വാങ്ങുമ്പോൾ എന്നുള്ളത് ഏത് കണ്ണുപൊട്ടനും അറിയാം. ഈ തുണിയാണ് 2 തവണ എടുത്ത് ഈ 2 തുണി, ഒരു തവണ 2 തവണയേ ഇത് എടുത്തിട്ടുള്ളൂ, ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോഴേക്ക് ഇതിങ്ങനെയായി. ഇതൊന്നും എനിക്ക് മറ്റെവിടെ നിന്നും കിട്ടൂലല്ലോ. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികൾ തന്നെ കൊണ്ടുവന്ന് തന്നതാണ്. അവർ തന്നെയാണ് പറഞ്ഞത് എന്നോട്, ഇങ്ങനെ ഒരു വലിയ കൊള്ള നടന്നിട്ടുണ്ട്. യൂത്ത് ലീഗിൽ നിന്ന് തന്നെയാണ് താങ്കൾക്ക് ഈ വിവരങ്ങളെല്ലാം പിന്നെ കിട്ടുന്നത്? അതെ, താങ്കളെല്ലാം പറയുന്നു. അപ്പോൾ ഫിറോസിനെതിരെ ലീഗിനകത്ത് ഉയരുന്ന ഒരു രാഷ്ട്രീയ നീക്കങ്ങളുണ്ട്, അതിന് താങ്കൾ കുടപിടിക്കുന്നു ഇന്ന്. അത് ഒരു നേതാവിൻ്റെ രാഷ്ട്രീയ ഭാവി പുറത്തു നിന്നുകൊണ്ട് അത് തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള? അല്ല, ഒരിക്കലുമല്ല. ഇങ്ങനെയുള്ള ആളുകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും വളരാൻ വേണ്ടി പാടില്ല. അത് BJP-യിലാണെങ്കിൽ പോലും. ഞാൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മുൻ ജനറൽ സെക്രട്ടറി അല്ലേ, സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഇപ്പോൾ താങ്കൾ അതിലില്ലല്ലോ. ഇല്ല, ഞാനിരുന്ന കസേരയിലല്ലേ ഫിറോസ് ഇരിക്കുന്നത് ഇപ്പോൾ. അപ്പം ഞാനിരുന്ന കസേരയിൽ ഇരുന്ന ഘട്ടത്തിൽ ഞാൻ അതിനോട് എന്തുമാത്രം കൂറു പുലർത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നുള്ളത് എൻ്റെ ആ കാലത്തുള്ള സഹപ്രവർത്തകർക്കറിയാം. പക്ഷേ ഇപ്പോൾ ഇരിക്കുന്ന ആളുകൾ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ എല്ലാ സീമകളും ലംഘിച്ച് പോകുമ്പോൾ അതിനെ എതിർക്കേണ്ടത് എൻ്റെ ഒരു ബാധ്യതയാണ് എന്ന് ഞാൻ മനസ്സിലാക്കും.